ഹിന്ദു പാർട്ടിയിലെ ഝാൻസി റാണിയായിട്ടുള്ള മഞ്ഞൾ ശോഭയുടെ ഭീഷണിയെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് വന്ന് ബിന്ദു വിജയകുമാർ എന്ന ഹിന്ദു വനിതാ നേതാവ് പറഞ്ഞ പരാതി നാട് കേൾക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഹിന്ദുക്കൾ ഒന്നിക്കൂ, നിങ്ങളുടെ സംരക്ഷണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ ഹിന്ദു പാർട്ടിക്കാർ എന്നുള്ള നിലയ്ക്ക് BJP-ക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന്റെ പൊള്ളത്തരം കൂടി ആ പ്രതികരണം തുറന്നു കാട്ടുന്നുണ്ട്. മഞ്ഞൾ ശോഭയ്ക്കെതിരെയുള്ള പ്രതിഷേധം ഫേസ്ബുക്കിൽ 4 വരിയായി കുറിച്ചിട്ട ബിന്ദുവിന് നേരിടേണ്ടി വന്ന ദുരനുഭവവും ഭീഷണിയും താക്കീതും നിങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നൊട്ടോറിയസ് ക്രിമിനലായിട്ടുള്ള ഗുണ്ട ഒരു സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, പാലക്കാട് വെള്ള ചുരിദാറിട്ട് പൈസ കൊണ്ടു കൊടുത്ത് പ്രശ്നമുണ്ടാക്കിയ ആളിനെ ഞാൻ വിട്ടതാണെന്നും ഈ ആലപ്പുഴ രജിസ്ട്രേഷനിലുള്ള കാറാണ് അവിടെ ചെന്നതെന്നും എന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കത്തില്ലെന്നും അടിച്ചെന്റെ ചെപ്പക്കുറ്റി പൊട്ടിക്കുമെന്നും നിന്നെ ഈ പാർട്ടിയിൽ വെച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ നിന്റെ പണിക്കുറവ് ഞാൻ തീർത്തു തരാം എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ച് വളരെ പരുഷമായ രീതിയിൽ അനാവശ്യങ്ങൾ ഒരു സ്ത്രീ അവര് തന്നെയാണ് സംസാരിച്ചത്. അവരുടെ ഫോണിൽ നിന്ന് വാട്സപ്പിലൂടെയാണ് സംസാരിച്ചത്. അവരുടെ കോള് വന്നത് ഉണ്ട്, അവരുടെ ഫോണിൽ നിന്നാണ് കോള് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫോണിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിൽ നിന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. വളരെ പരുഷമായ രീതിയിൽ എൻ്റെ ജീവന് തന്നെ ഭീഷണി വരുത്തുമെന്നും എന്നെ അടിച്ചെൻ്റെ പണിക്കുറവ് മാറ്റിക്കളയുമെന്നും ചെപ്പക്കുറ്റി പൊട്ടിക്കുമെന്നും അവർ കാരണമായിട്ട് പറയുന്നത് പാലക്കാട് വെള്ള ചുരിദാറിട്ട് മുല്ലപ്പൂവും വെച്ച് ചെന്ന ആളിനെ ഞാനാണ് വിട്ടതെന്നും ഈ നാട്ടുകാരോട് കൂടി ചേർന്ന് നിന്ന് ഞാൻ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും ആലപ്പുഴ രജിസ്ട്രേഷൻ കാറാണ് അവിടെ വന്നിരിക്കുന്നതെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. കേട്ടില്ലേ? ശോഭയുടെ പ്രായമുള്ള സ്ത്രീയോട് പറയാണ്, ആടിച്ച് നിന്റെ പല്ല് കൊഴിക്കും, നിന്റെ പണി തീർത്ത് കളയുമെന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ഒരാളെ ഭയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെയും തീർന്നില്ല. മഞ്ഞൾ ശോഭ അടിമുടി ഉടായ്പാണെന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ നിരാഹാര സമരം പോലും പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ബിന്ദു നടത്തിയിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ നിരാഹാരം കിടക്കുമ്പോൾ വെളുപ്പിനെ തന്നെ ഫ്ലാസ്കിനകത്ത് പ്രോട്ടീൻ പൗഡറും കലക്കി അവിടെ കൊണ്ടുവന്ന് കുടിപ്പിച്ചിട്ടാണ് നിരാഹാര പന്തലിലേക്ക് ഇരുത്തിക്കൊണ്ടിരുന്നത് ഈ പൂന്തുറ ശ്രീകുമാറാണ്. എനിക്ക് നല്ല വ്യക്തമായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആ സമയത്ത് ഉള്ള ആ പുള്ളിയിൽ കൂടെയാണ് പുള്ളിക്കാരി അതുപോലെ ഓരോ ജില്ലകളിലും കഴിയുന്ന ജില്ലകളിൽ അവരുടെ പക്ഷം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. പ്രോട്ടീൻ ഫുഡ് അങ്ങനെ കൊണ്ടുപോയി അവരെന്തോ പ്രോട്ടീൻ പൊടി ഫ്ലാസ്കിൽ കലക്കിയാണ് കൊണ്ടുവന്ന് കുടിപ്പിക്കുന്നത്. നീ ഇന്ന് പാലക്കാട്ട് ആ പിഷാരടിയെ തടഞ്ഞ സിന്ധു എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ അന്ന് അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഇത് പ്രോട്ടീൻ പൊടിയാണ്, രാവിലെ ഇത് കുടിച്ചിട്ടാണ് നിരാഹാരത്തിന് ഇരിക്കുന്നത്, അത് പൂന്തുറ ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതാണെന്നൊക്കെ. കേട്ടല്ലോ? ശോഭയ്ക്കെതിരെ എങ്ങാനും ശബ്ദം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ നിലകൊണ്ട് കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് നിന്ന് വെട്ടി നിരപ്പാക്കി കളയും. കേരളത്തിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തെയും ധിക്കാരത്തെയും കുറിച്ചെല്ലാം മിനിറ്റ് വെച്ച് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഹിന്ദു പാർട്ടിയായിട്ടുള്ള BJP-ക്കകത്ത് ഹിന്ദു വനിതാ നേതാക്കന്മാരെ പോലും എങ്ങനെയാണ് തമ്പുരാൻ മനോഭാവത്തിനോടുകൂടി അടിമകളാക്കാൻ പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ്. തന്നെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ പ്രതിഷേധം ആലപ്പുഴയിലെ സജീവ പ്രവർത്തകയായിട്ടുള്ള ബിന്ദു ഒന്ന് ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ അത് ശോഭയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിലാണ് നിന്നെ ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് പുരുഷന്മാർ കൊടുക്കുന്ന താക്കീത് പോലെ ഗുണ്ടാ മനോഭാവത്തിൽ ബിന്ദു വിജയകുമാർ എന്ന BJP-യുടെ സജീവ പ്രവർത്തകയ്ക്ക് നൽകിയിരിക്കുന്നത്. BJP എന്ന ഹിന്ദു പാർട്ടിയിലേക്ക് വരൂ, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാൻ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് ഹിന്ദുക്കളെ ഹിന്ദു പാർട്ടിക്കകത്തിട്ട് എങ്ങനെയാണ് പീഡിപ്പിക്കുന്നതെന്നും ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഹിന്ദുവായ നിന്റെ പല്ലടിച്ച് തെറിപ്പിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തൊരു ഹിന്ദു സ്നേഹമാണ്! ആ ഹിന്ദു സ്നേഹത്തിന്റെ വൈകാരികത നാട് തിരിച്ചറിയേണ്ടതുണ്ട്. പുറത്ത് ചിരിക്കുകയും വിനയാന്വിതരായിട്ട് അഭിനയിക്കുന്ന ഝാൻസി റാണിമാർ ആ ക്യാമറ അങ്ങ് ഓഫായി കഴിഞ്ഞാൽ എന്താണ് റിയൽ മുഖം എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ബിന്ദു എന്നുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തക ഈ നാടിനോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്.